പറയട്ടെ, നാളെ ഈ നിൽക്കുന്ന മുട്ടക്കാക്കയുടെ മുട്ടത്തല പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് തലച്ചോറ് പൂത്തിരി ചിതറുന്നത് പോലെ ചിതറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പണ്ട് ചിന്നക്കനാലിൽ നിന്നും നാട് കടത്തി അരുക്കൊമ്പൻ സഭാഹ സ്ക്വയറിന്റെ ഗേറ്റും തള്ളി തുറന്ന് മുൻപിലുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിച്ചു കയറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പരപ്പരങ്ങാടിയിലെ കടലും തിരമാലയും നാളെ വേങ്ങരങ്ങാടിയിൽ അലികടിക്കും അതിൽ നിന്ന് അറിയന്മാർ തിമിംഗലത്തെ പിടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. കാഫ് മലപ്പാട്ടിൽ കാഫിലെ കഥ പറഞ്ഞ് കാപ്പാടും കല്ലായും കടന്ന് കോഴിക്കോട്ടെങ്ങാടിയിൽ നിന്നും ഒരു പട വരുന്നു. മലബാർ സെവൻസിന്റെ പൊൻതിളകിലെ സ്വർണ്ണ മീനുകൾ നട്ടലിന് TMT കമ്പിയുടെ മൂക്കുള്ള ഐവറി കോസ്റ്റിന്റെ ഐവയും ഉഗാണ്ടിയുടെ ലോറിയും പോപ്പിയും വരുന്നു. ജസീമും ആഷിക്കും കൂട്ടിട്ട് കാസർഗോട്ടുകാർ നോട്ടുമാലയിട്ട് കൊണ്ടുവരുന്ന നെക്സ്റ്റ് ഷൂട്ടേഴ്സ് കാസർഗോഡ് ജവഹർ മാവൂർ. നാളെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെങ്കിലും മറുചേരിയിൽ ആര് പതിഞ്ഞൊടുകുന്ന പെരിയാർ പുഴ നീന്തിക്കിടന്ന് ചാലക്കുടി പുഴ മുറിച്ചിട്ട് ചാലിയാറിന് വകഞ്ഞു മാറ്റി കടലിന്റെ പുഴയിലൂടെ ഒരു കപ്പൽ വരുന്നുണ്ട്. അതിൽ ഗോൾവലക്ക് മുന്നിൽ ഷാനുണ്ട്. പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിസ്തമുണ്ട്. ഒരാൾക്കും മാർക്ക് ചെയ്യാൻ കഴിയാത്ത മാർക്കും ഫഹദും മാന്തിടിയും സഫീറും പിന്നെ സെവൻസിലെ കുട്ടിക്കുറുമ്പൻ ജിൻഷാദുമുണ്ട്. അതെ, ആ കടുവക്കൂട്ടം ഇസ്സ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരിനെ പൊന്നിന്റെ വിലക്കറാഞ്ചി കെടുത്ത് പന്തുകൊണ്ട് സുപ്രതും കെട്ട് പന്തുകൊണ്ട് വാളുക തീർത്ത് പന്തിന്റെ അത്ര പൂഷ് 10ലും 10ആയ ആ പതിരില്ലാ പടക്കൊരു പേര് പത്തുമൂച്ചിയുടെ പട്ടാളം വരുന്നു. ഗോൾഡ് സ്റ്റാർ പത്തുമൂച്ചി മറുഭാഗത്തും നിലയുറപ്പിക്കുന്നു. പത്തുമൂച്ചിയെ 10ആയി വെട്ടി പച്ചക്ക് കത്തിക്കുമെന്ന് മാവൂരിന്റെ തലയോട്ട് തകർത്ത തലകൊണ്ട് ഞങ്ങൾ കൊത്തക്കല്ലാടുമെന്ന് പത്തുമൂച്ചിയും അൻസാരി പറയുന്നത് മുഴുവൻ തള്ളായിരിക്കും എന്ന് പറഞ്ഞ് നാളെ മത്സരം കാണാൻ വരാതിരുന്നാൽ നിങ്ങൾ കരയും. ആ നഷ്ടബോധത്തിൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞേക്കാം.